നേപ്പാൾ അതിർത്തിയിൽ പിടിയിലായ അമേരിക്കൻ പൗരൻ CIA ചാരനെന്ന് സംശയം. ജോർഡൻ ബ്രൗൺ സുരക്ഷാ ഏജൻസികളോട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പ്രതിയിൽ നിന്ന് ചൈനീസ് പാസ്പോർട്ടും അത്യാധുനിക AI ട്രാൻസ്ലേറ്ററും കണ്ടെടുത്തു. മണിപ്പൂർ വിഘടനവാദ കേസിൽ അമേരിക്കൻ കൂലിപ്പടയാളി പിടിയിലായതിന് പിന്നാലെ വീണ്ടും അട്ടിമറി നീക്കമാണ് എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നന്ദൻ, നേരത്തെ ഈ പറയുന്ന രീതിയിലാണ് ഒരു അമേരിക്കൻ കൂലിപ്പടയാളി, ഒരു മേഴ്സണറി പിടിയിലായതിനു ശേഷമാണ് വീണ്ടും ഈ രീതിയിലുള്ള സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പിടിയിലായ ആളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു CIA ചാരൻ എന്ന രീതിയിലുള്ള സംശയം ഉടലെടുക്കാനുള്ള കാരണം? പ്രജിത്ത്, ഇന്നലെയാണ് ഈ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സോനൌലി എന്ന പ്രദേശത്ത് ഇയാൾ നേപ്പാളിലേക്ക്, അതായത് ജോർദാൻ എന്ന വ്യക്തി നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സശസ്ത്ര സീമാബൽ, അതിർത്തി കാക്കുന്ന സശസ്ത്ര SSB ഇയാളെ പിടികൂടുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ആദ്യം വ്യക്തമാക്കിയത് ഇയാൾ അമേരിക്കൻ നേവി യിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് തെറ്റാണ് ഈ വിവരം എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ CIA ചാരനാണ് എന്നുള്ള ഒരു വിവരമാണിപ്പോൾ, അല്ലെങ്കിൽ അത്തരം ചില സൂചനകളാണിപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇയാളിൽ നിന്നും ഒരു ചൈന പാസ്പോർട്ടും അതേപോലെ തന്നെ 2 മൊബൈൽ ഫോണും ലഭ്യമായിട്ടുണ്ട്. മൊബൈൽ ഫോൺ പിടികൂടുന്ന സമയത്ത് ഇത് നശിപ്പിച്ച രീതിയിലായിരുന്നു, ഇത് മുഴുവൻ പൊട്ടിച്ച് നശിപ്പിച്ച രീതിയിലായിരുന്നു ഇയാളിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നത്. മാത്രമല്ല, ഇയാൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള വിസയുണ്ടായിരുന്നു. ഇയാൾ ടൂറിസ്റ്റ് വിസയിലാണ് ഇന്ത്യയിലേക്ക് വന്നത്. എന്നാൽ ആ വിസയുടെ കാലാവധി കഴിഞ്ഞ ജനുവരിയിൽ അവസാനിച്ചു. ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ചായിരുന്നു ഇത്രയും നാൾ ഇയാൾ ഭാരതത്തിൽ കഴിഞ്ഞിരുന്നത്. ഇയാളിൽ നിന്നും ചില ഇന്ത്യൻ കറൻസികളും പിടികൂടിയിരുന്നു. ഇയാൾ ഈ വിസ തീർന്ന ഒരു സാഹചര്യത്തിൽ ഇയാൾ അതിർത്തി നേപ്പാൾ വഴി കടക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. ഇയാളിപ്പോൾ നിലവിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഈ CIA ചാരനാണ് എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അത്തരം ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. ഈ ഭാരതത്തിൻ്റെ കിഴക്കൻ മേഖലകളിലൊക്കെ തന്നെ സംഘർഷം പരത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ അശാന്തി പരത്തുവാൻ വേണ്ടി ഈ അമേരിക്കൻ ചാര സംഘടന ശ്രമിക്കുന്നു എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മണിപ്പൂരിൽ നിന്നും ഒരു അമേരിക്കൻ കൂലിപ്പടയാളിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളതും അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇയാളുടെ മറ്റ് കാര്യങ്ങൾ കൂടി അന്വേഷിക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്.